ജേഴ്സിയുടെ കൂടെയാണ് ഇത് കുറച്ചുകൂടി സ്യൂട്ട് ആവുക, അതുകൊണ്ട് ഞാൻ എടുക്കേണ്ടതായിരുന്നു. നിങ്ങൾ അത് പിടിച്ചെന്നോ, ഞങ്ങള് ട്രോഫി പിടിച്ചോളാം. എന്റെ കയ്യിലുള്ളത് പീനട്ട് ബട്ടർ. എന്റെ കയ്യിലുള്ളത് ലഡു. ലഡു ശരിക്കും ലഡു എനിക്ക് വേണ്ട, ഞാനാണ് മഞ്ഞ ജേഴ്സി ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ അർജന്റീനക്ക് ഫാൻസ് കൂടുതലാന്ന് എല്ലാരും പറയുന്നു, പക്ഷെ കമന്റ് ബോക്സ് പറയട്ടെ, അർജന്റീനക്ക് ഫാൻസ് അത് പറയണ മാത്രമേ ഉള്ളൂ. സംസാരിക്കേണ്ട കാര്യമില്ല അതിന്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മറ്റേ ബോക്സിലല്ലേ, പിന്നെ വാഴലൊന്നും പൊതിഞ്ഞല്ലോ ആവില്ലല്ലോ, ചിലപ്പോ അർജന്റീനക്കാര് പുതിയായിരിക്കും. ബോക്സ് ഒന്നും എത്തിക്കട്ടെ, നശിപ്പിച്ച പീനട്ട് ബട്ടർ ആണല്ലോ, നശിക്കുന്നു. ബ്രസീൽക്കാർക്ക് കപ്പ് ഗോളായി പോയി. ഓർമ്മ ഉണ്ടായാൽ മതി, ഉരുട്ടാവും. എന്തോ നീ ഇളകണ പോലെ ലഡ്ഡു ഉരുട്ടണ സൗണ്ട്. ലഡ്ഡു ഒക്കെ വളരെ ചെറിയൊരു സാധനമല്ലേ? അല്ല അല്ല, എന്റെ ലഡ്ഡു വലുതാണ്, അത് വേറെ കാര്യം. അതിന്റെ അടപ്പൊന്ന് തുറന്ന് അങ്ങനെ എടുത്തിട്ട് ഒരു കഷ്ണം എടുത്ത് കഴിച്ച നമ്മുടെ ചോട്ടാ ഭീമിന്റെ കയ്യിലുള്ള ലഡ്ഡു ആണ്. ഇതിന്റെ ഒരു പീസ് എടുത്ത് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ബ്രാൻഡ് ഏതാ? ലൈല എന്നുള്ളൊരു ബ്രാൻഡാ. ബ്രസീലിൽ നിന്ന് ഇറക്കുന്നത് ഇതൊന്നല്ലോ അല്ലേ? അല്ല, ഇവിടെ ലൈലയുടെ കുറെ പ്രൊഡക്ട്സ് ഉണ്ട്. കണ്ടില്ല, ബസ്മതി റൈസ് ഒക്കെ ലൈലയുടെ ഉണ്ട്. ബ്രാൻഡ് പ്രൊമോഷൻ ആണോ? ഒരിക്കലും. മഞ്ഞാണ് ഓറഞ്ച്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ലഡു. അപ്പൊ അതിന് ലഡു എന്ന് പറയരുത്. ലഡു എന്ന് പറഞ്ഞാൽ മഞ്ഞ. അങ്ങനെയൊന്നുമില്ല, ലഡു പല കളറിൽ. അല്ലെങ്കിൽ ബ്രസീലുകാർക്ക് ബുദ്ധിയിലെന്ന് പറയുന്നത് ഇതാ. ലഡു പല കളറുണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, കുറെ കളർ. എന്നാലും വൈറ്റും ബ്ലാക്കും ലഡു ഇല്ല. ഞാൻ ഉണ്ടാക്കിയ ചോട്ടാ ഭീമിന്റെ വലിയ ലഡു ആണിത്. എനിക്കെന്താ ബ്ലാക്ക് കളർ ഉപയോഗിച്ചൂടാ? ഡിസ്ക്രിപ്ഷൻ. ഗൂഗിളിൽ ലഡു മേടിക്കുമ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ നിന്റെ ലഡു വേറെ. ഗൂഗിളിൽ തന്നെ ഇപ്പൊ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ ചാറ്റ് ജിപിറ്റിയിലൊക്കെ നമ്മള് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യമല്ല ചാറ്റ് ജിപിറ്റി നമ്മളോട് തിരിച്ചു പറയണം. അതിന്റെ കളർ എന്തിട്ടാ? യെല്ലോ ആണോ? മഞ്ഞാണല്ലോ. 2 കഷ്ണാക്കി മുറിച്ചിട്ട് പറ്റില്ല. നേരെ തിന്നില്ലേ? അത് ഞാൻ തിന്നു. ഇത് അങ്ങനെ 2 കഷ്ണമായിട്ട് മുറിക്കാനൊന്നും പറ്റില്ല. അപ്പൊ പൊടിഞ്ഞു പോയി. ലൂസായി പോവും. അല്ല, എന്താ അടിക്കണേ? അപ്പൊ ലഡുവിന്റെ മുകളിൽ അടിച്ചെന്ന്. ഇത് പ്ലാസ്റ്റിക് കോട്ടിങ്ങോട് കൂടിയുള്ള ലഡു ആണ്. ഇത് നല്ല ബലം കൂടിയ ഉരുക്ക് പേശികളുള്ള ലഡു ആണ് എന്റെ ചോട്ടാ ഭീമിന്റെ ലഡു. ലഡു അല്ലെന്ന് മനസ്സിലായി. അപ്പൊ നിന്റെ കയ്യിലുള്ളത് ലഡു അല്ല, അത് തിന്നണ ഒരു ഐറ്റം പോലും എനിക്ക് തോന്നുന്നില്ല. കഴിക്കണതല്ലെങ്കിൽ ലഡു ആവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോ ചീഞ്ഞിട്ട് അത് വലുതായതാണെങ്കിലോ? നിന്റെ കയ്യിലിരിക്കുന്നത് പീനട്ട് ബട്ടർ ആണെന്ന് തോന്നുന്നു. പിന്നെ ബ്രസീലുകാര് കള്ളം പറയും, അത് കാരണം ചെലപ്പോ പീനട്ട് ബട്ടർ ആവില്ല. അർജന്റീനക്കാര് കള്ളം പറയാത്തതുകൊണ്ട് ലഡു തന്നെയായിരിക്കും. മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത്ര ധൈര്യത്തിൽ ബോൾ എടുത്തിട്ട് വരുന്ന ഞാൻ വിചാരിച്ചില്ല. നമ്മുടെ ജേഴ്സിയുടെ കൂടെയാണ് ഇത് കുറച്ചുകൂടി സ്യൂട്ട് ആവുക, അതുകൊണ്ട് ഞാൻ എടുക്കേണ്ടതായിരുന്നു. നിങ്ങൾ അത് പിടിച്ചെന്നോ, ഞങ്ങള് ട്രോഫി പിടിച്ചോളാം.